ആ ഡോറടച്ചേക്ക്. അവൻ സോണിയോടായി പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ അവളുടെ സൈഡിലെ ഡോറടച്ചു. വണ്ടിയിലെ AC-യുടെ തണുപ്പിലും അവളുടെ കൈപ്പത്തികൾ ചൂട് പിടിക്കുകയായിരുന്നു. മെൽവിൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ചാർലിയുടെ വണ്ടി അവർക്ക് മുന്നിലായി ജംഗ്ഷൻ കടന്ന് മുന്നോട്ടെടുത്തു. മെൽവിൻ ആ വണ്ടിയെ ഫോളോ ചെയ്തുകൊണ്ട് തന്റെ കാറും മുന്നോട്ടെടുത്തു. വണ്ടിയിൽ നേരിയ ശബ്ദത്തിൽ ഒരു പഴയ മെലഡി പാട്ട് ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു. പുറകിലിരുന്ന നന്ദയും ആര്യയും എന്തൊക്കെയോ രഹസ്യം പറഞ്ഞ് ചിരിക്കുന്നുണ്ടെങ്കിലും സോണി തികച്ചും നിശബ്ദയായിരുന്നു. അവൾ പുറത്തേക്ക് പെയ്യുന്ന മഴയിലേക്ക് മാത്രം നോക്കിയിരുന്നു. വണ്ടി കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ മെൽവിൻ ഗിയർ മാറ്റുന്നതിനിടയിൽ പതുക്കെ സോണി ഒന്ന് നോക്കി. എന്താ എല്ലാവരും സൈലന്റ് ആയോ? ഉത്സവം കണ്ടിട്ട് ഒരുപാട് ക്ഷീണിച്ചു പോയോ? പുറകിലിരിക്കുന്ന പെൺകുട്ടികളോടായി കണ്ണാടിയിൽ കൂടി അവൻ ചോദിച്ചു. ഏയ്, ഞങ്ങൾക്കൊന്നും ഒരു ക്ഷീണവും ഇല്ല മെൽവിൻ ചേട്ടാ. പക്ഷേ ഇവിടെ ഒരാൾക്ക് മാത്രം ഭയങ്കര തണുപ്പും പേടിയാണെന്ന് തോന്നുന്നു. വണ്ടിയിൽ കയറിയത് മുതൽ ശ്വാസം പോലും വിടുന്നില്ല. നന്ദ പുറകിലിരുന്ന് സോണിയെ ഒന്ന് താങ്ങി സംസാരിച്ചു. അത് കേട്ടതും മെൽവിൻ ചെറുതായി ഒന്ന് ചിരിച്ചു. അവൻ വണ്ടിയുടെ AC-യുടെ സ്പീഡ് അല്പം കുറച്ചു വെച്ചു. എന്താ സോണി, AC-യുടെ തണുപ്പ് കൂടുതലാണോ അതോ ഞാൻ കൂടെയുള്ളതാണോ പ്രശ്നം? അവൻ സോണിയുടെ മുഖത്തേക്ക് നോക്കി വളരെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അവന്റെ ആ ചോദ്യം കേട്ടതും സോണി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. മെൽവിന്റെ കണ്ണുകളിലെ തിളക്കവും ആ കുസൃതി ചിരിയും അവൾ വ്യക്തമായി കണ്ടിരുന്നു. പെൺപിള്ളേര് പുറകിലായതുകൊണ്ട് അവർക്ക് മെൽവിന്റെ മുഖം കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഏയ്, എനിക്ക് തണുപ്പൊന്നുമില്ല, സോണി പതുക്കെ പറഞ്ഞു. പിന്നെന്താ മുഖം വല്ലാതെ ചുവന്നിരിക്കുന്നേ? മെൽവിൻ ശബ്ദം കുറച്ച് പുറകിലുള്ളവർ കേൾക്കാത്ത രീതിയിൽ ചോദിച്ചു. പാട്ടിന്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് പെൺപിള്ളേരാരും അത് ശ്രദ്ധിച്ചിരുന്നില്ല. സോണി പെട്ടെന്ന് നാണം കൊണ്ട് വീണ്ടും ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കി. പക്ഷെ ഇപ്രാവശ്യം അവളുടെ ചുണ്ടിൽ ഒരു മനോഹരമായ പുഞ്ചിരി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. വണ്ടിയുടെ ഗ്ലാസ്സിലെ പ്രതിബിംബത്തിലൂടെ മെൽവിൻ അവളുടെ ആ പുഞ്ചിരി കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ചാർലിയുടെ വണ്ടി ടൗണിലെ വലിയൊരു ഫാമിലി റെസ്റ്റോറന്റിന്റെ മുന്നിലേക്ക് പാർക്ക് ചെയ്തു. മെൽവിനും വണ്ടി അതിനടുത്തായിട്ട് നിർത്തി. ഹോട്ടലിന്റെ വലിയ ഗ്ലാസ് ഡോർ തുറന്ന് എല്ലാവരും അകത്തേക്ക് കയറി. നല്ല എയർ കണ്ടീഷണർ ചെയ്ത ഹാൾ. ഉത്സവപ്പറമ്പിലെ ബഹളത്തിൽ നിന്നും കനത്ത മഴയിൽ നിന്നും കയറി വന്നപ്പോൾ എല്ലാവർക്കും നല്ല ആശ്വാസം തോന്നി. എങ്ങനെ ഉണ്ടായിരുന്നടി നിന്റെ IPS ഓഫീസറുടെ കൂടെയുള്ള യാത്ര? അകത്തേക്ക് കയറിയതും റിഷു അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്ന് പോ ചേച്ചി, എന്റെ ശ്വാസം നേരെ വീണത് ഇപ്പോഴാ, അവള് സ്വയം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. ചേച്ചിക്കൊരു കാര്യം അറിയോ? നന്ദ എന്തോ പറയാനായി തുടങ്ങിയതും സോണി അവളുടെ മുഖത്തേക്ക് നോക്കി. ഇവര് രണ്ടുപേരും കൂടി കണ്ണും കണ്ണും നോക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഞങ്ങളൊന്നും കണ്ടില്ലെന്നാ ഇവര് രണ്ടുപേരും വിചാരിച്ചത്, നന്ദ അവളെ കളിയാക്കി പറഞ്ഞു. ചാർലിയും ക്രിസ്റ്റിയും ചേർന്ന ഫാമിലി സെക്ഷനിലെ വലിയൊരു റൗണ്ട് ടേബിൾ തെരഞ്ഞെടുത്തു. എല്ലാവർക്കും ഒന്നിച്ചിരിക്കാം, എല്ലാവരും ഇരിക്ക്, ചാർലി എല്ലാവരെയും നോക്കി പറഞ്ഞു. എടാ, അങ്കിളും അവന്മാരും എപ്പോൾ വരുമെന്നാ പറഞ്ഞത്? അവിടുന്ന് ഇറങ്ങിയോ? ക്രിസ്റ്റി സംശയത്തോടെ ചാർലിയെ നോക്കി ചോദിച്ചു. ഏത് ഹോട്ടലാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അവിടേക്ക് വരാന്നാ പറഞ്ഞത്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അങ്കിളിനെ. അതും പറഞ്ഞ് അവൻ ദേവനെ വിളിക്കാനായി ഫോണും എടുത്ത് കൈ കഴുകാനായിട്ടും പോയിരുന്നു. റയാൻ കുഞ്ഞിനെ ഷീതുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. പെൺപിള്ളേരെല്ലാവരും ഒന്നിച്ച് ഒരു വശത്തേക്ക് ഇരുന്നപ്പോൾ സോണിക്ക് ഇരിക്കേണ്ടി വന്നത് മെൽവിന്റെ കൃത്യം എതിർവശത്തുള്ള സീറ്റിലായിരുന്നു. അവള് തലയുയർത്തുമ്പോഴൊക്കെ കാണുന്നത് മെൽവിന്റെ ആ തീക്ഷ്ണമായ നോട്ടമാണ്. അത് തിരിച്ചറിഞ്ഞ സോണി വീണ്ടും മെനു കാർഡിലേക്ക് മുഖം പൊഴുത്തി. എടാ മെൽവിൻ, നീ എന്താ കഴിക്കുന്നത്? ഓർഡർ ചെയ്തോ? ക്രിസ്റ്റി മെനു കാർഡ് അവന് നേരെ നീട്ടി. നിങ്ങൾ എന്താ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോടാ, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ല, മെൽവിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിലും അവന്റെ ശ്രദ്ധ മുഴുവൻ മെനു കാർഡിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന സോണിയിലായിരുന്നു. പൊറോട്ടയും ചിക്കൻ കറിയും അൽഫാമും ഒക്കെ ഓർഡർ ചെയ്ത് അവർ കാത്തിരിക്കുന്നതിനിടയിൽ ചാർലി പഴയ കോളേജ് ഓർമ്മകൾ ഓരോന്നായി എടുത്തിട്ടു. മെൽവിനും ചാർലിയും പഠിച്ച കാലത്തെ കുസൃതികളും തല്ലുകൂടിയതും ഒക്കെ കേട്ട് പെൺപിള്ളേരെല്ലാവരും ചിരിക്കാൻ തുടങ്ങിയിരുന്നു. മെൽവിൻ ചേട്ടാ, അപ്പൊ കോളേജിൽ പഠിക്കുമ്പോഴും ഈ പോലീസുകാരന്റെ കടുപ്പം ഒന്നും ഇല്ലായിരുന്നില്ലേ? ചാർലി ചേട്ടൻ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ വലിയൊരു തല്ലിപ്പൊളിയായിരുന്നു എന്ന് നന്ദ കണ്ണിറക്കി ചോദിച്ചു. ഏയ്, ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കല്ലേ പെങ്ങളെ, ഞാൻ പാവമായിരുന്നു, അന്നും ഇന്നും ഞാൻ സമാധാനപ്രിയനാ, മെൽവിൻ സോണി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെ അതെ, ഭയങ്കര സമാധാനപ്രിയനാ. അതുകൊണ്ടാണല്ലോ വഴിപോക്കരായ പാവം പെൺകുട്ടികളെ വരെ നോക്കി പേടിപ്പിക്കുന്നത്. ആരെയും ഒട്ടും വിട്ടുകൊടുക്കാതെ സോണിയെ തോണ്ടി പറഞ്ഞു. അതാരെയാ ഇവ നോക്കി പേടിപ്പിച്ചത്? ചാർലിക്കൊന്നും കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ അവർ സംശയത്തോട് അവളോട് ചോദിച്ചു. അതുവരെ മിണ്ടാതിരുന്ന സോണി പെട്ടെന്ന് മുഖമുയർത്തി ആര്യയെ ഒന്ന് നോക്കി. ഒന്നും മിണ്ടാതിരിക്കുന്ന കണ്ണുകൾ കൊണ്ട് അവൾ കെഞ്ചി. മെൽവിൻ അത് കണ്ട് ശബ്ദം പുറത്ത് കേൾക്കാതെ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. അപ്പോഴേക്കും ചാർലി വിളിച്ചു പറഞ്ഞത് പ്രകാരം ദേവനും പെൺപിള്ളേരുടെ ഭർത്താക്കന്മാരും കൂടി അങ്ങോട്ടേക്ക് വന്നിരുന്നു. പിന്നെ അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. അതിനിടയിലൊക്കെ മെൽവിന്റെ കണ്ണുകൾ അവളെ തേടി പോയിരുന്നുവെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ പ്ലേറ്റിലേക്ക് നോക്കി വളരെ പതുക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അവന്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവളെ തേടി
പൊയ്ക്കൊണ്ടിരുന്നു. അതവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നെങ്കിലും അവളത് ശ്രദ്ധിക്കാത്തതുപോലെയും ഇരുന്നു. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കൈ കഴുകാൻ എഴുന്നേറ്റപ്പോൾ സോണി ബാത്റൂമിന്റെ അടുത്തുള്ള വാഷിംഗ് ഏരിയയിലേക്ക് നടന്നു. അവിടെ ആ സമയത്ത് വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ കൈ കഴുകിയതിനു ശേഷം കണ്ണാടിയിൽ നോക്കി തന്റെ മുഖത്തേക്ക് വീണ മുടിയിഴകൾ ഒന്ന് ശരിയാക്കുന്നതിനിടയിലാണ് പുറകിൽ ഒരു നിഴൽ വന്ന് നിന്നത്. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും അവളെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുകയായിരുന്നു മെൽവിൻ. അവൾ പെട്ടെന്ന് അവിടെ നിന്നും മാറാനഞ്ഞതും മെൽവിൻ ഒരു പടി മുന്നോട്ട് നീങ്ങി അവളുടെ വഴി തടസ്സപ്പെടുത്താത്ത രീതിയിൽ, എന്നാൽ ഒന്നും മാറി നിൽക്കാൻ പറ്റാത്ത വിധം അടുത്തു നിന്നു. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി നോക്കിയതല്ല സോണി, പക്ഷേ ചില കാഴ്ചകളിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നത് എന്റെ തെറ്റല്ലല്ലോ. മെൽവിൻ അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ടതും അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. സത്യത്തിൽ തനിക്ക് ഞാൻ IPS ഓഫീസർ ആയതുകൊണ്ട് എന്നെ പേടിയാണോ, അതോ പൊതുവെ സംസാരിക്കാൻ മടിയാണോ? അവനൊരു കുസൃതി ചിരിയോടെ അവളോട് ചോദിച്ചു. ഞാൻ പോവട്ടെ, അവിടെ അന്വേഷിക്കുന്നുണ്ടാവും. അവൾ അവിടെ നിന്നും പോകാൻ ശ്രമിച്ചു. എന്നാൽ അവൻ കൈകൾ വെച്ച് അവളെ തടഞ്ഞു നിർത്തി. പറയ് സോണി, നിനക്ക് എന്നെ പേടിയാണോ? അവൻ വീണ്ടും ചോദിച്ചു. ഏ എനിക്ക് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, സോണി വിക്കി വിക്കി പറഞ്ഞു. പേടിയില്ലെങ്കിൽ പിന്നെന്താ മുഖം ഇങ്ങനെ ചുവന്നു തുടുക്കുന്നത്? എൻ്റെ മുഖത്തേക്ക് നോക്കാത്തത് എന്താ? മെൽവിൻ വീണ്ടും ചോദിച്ചു. അവളതിന് ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല. എനിക്ക് തന്നോടൊരു കാര്യം പറയണം. താൻ നാളെ പോവല്ലേ? ഇനി എന്നാ തമ്മി കാണാൻ പറ്റാന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ളത് തന്നോട് പറഞ്ഞു വെക്കാന്ന് കരുതി. അവൻ പറയുന്നത് കേട്ടതും അവളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. എന്താണ് പറയാൻ പോകുന്നതെന്നുള്ള അർത്ഥത്തിൽ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് തമാശ കളിക്കാൻ താല്പര്യമില്ല സോണി. ചാർലി എൻ്റെ അടുത്ത സുഹൃത്താ. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ തന്നോടിത് പറയാൻ പോകുന്നത്. അവൻ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. അവൻ ഓരോന്നും അവളുടെ മുഖത്തേക്ക് നോക്കി പറയുന്നത് കേട്ട് അവൾ പേടിയോടെ നിൽക്കുകയായിരുന്നു. എന്താണ് തന്നോട് അവൻ പറയാൻ പോകുന്നത് എന്നുള്ള ആവലാതിയോടുകൂടെ. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി. ജീവിതത്തിൽ കൂടെ കൂട്ടിയാലോ എന്നൊരാലോചന. എന്താ തൻ്റെ അഭിപ്രായം? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചതും സോണിയുടെ കണ്ണുകൾ രണ്ടും ഇപ്പോൾ പുറത്തേക്ക് വരുമെന്നുള്ള രീതിയിലായി. എന്താടോ താൻ ഇങ്ങനെ നോക്കുന്നേ? അവളങ്ങനെ നോക്കുന്നത് കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. അത് അവന്റെ ചോദ്യം കേട്ടതും അവൾ തരിച്ചു നിൽക്കുകയായിരുന്നു. അവനോട് എന്താണ് തിരികെ മറുപടി പറയേണ്ടതെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. ഇന്നൊരു ദിവസം മാത്രം കണ്ട തനിക്ക് അധികമൊന്നും അറിയാത്ത ഒരാളോട് എങ്ങനെ മറുപടി പറയും എന്നതായിരുന്നു അവളുടെ മനസ്സിലെ ചിന്ത. അത് ഞാൻ ഇന്നിവിടെ വെച്ചല്ലേ കണ്ടത്. ഒന്നും അറിയാത്ത ഒരാളെ ഞാൻ എങ്ങനെയാ? അവളുടെ മനസ്സിലുള്ള ആവലാതി എങ്ങനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഓ സോറി, ഞാൻ അത്രയും ചിന്തിച്ചില്ലടോ. താൻ എന്നെ ഇവിടെ വെച്ചല്ലേ കണ്ടത്. അതുമാത്രമല്ല, നമ്മൾ പരസ്പരം ഒന്നും തന്നെ തുറന്ന് സംസാരിച്ചിട്ടുമില്ല. തിരികെ തന്നോട് ഞാൻ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് കുറേ നേരത്തെ ആയിപ്പോയല്ലേ. ഐ ആം സോറി. എനിക്കെന്തോ നിങ്ങൾ നാളെ തിരികെ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യം അത് തന്നെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. ഞാൻ തന്നെ നോക്കുകയും തന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്നെ വെറും ഒരു വായി നോക്കിയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് തന്നോട് പറഞ്ഞത്. ഒരിക്കലും തന്നെ ഫ്ലേർട്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നും അല്ല ഞാൻ തന്നെ നോക്കിയത്. എൻ്റെ മനസ്സിൽ താൻ അത്രയ്ക്കും പതിഞ്ഞു പോയി. ജീവിതത്തിലേക്കും കൂടെ കൂട്ടണമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഇപ്പോൾ ചോദിച്ചത്. അവനൊരു പുഞ്ചിരിയോട് അവളോട് പറയുന്നത് കേട്ട് അവൾ ഒന്നും തന്നെ മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇവിടെ വെച്ച് കണ്ട എന്നെപ്പറ്റി ഒന്നും അറിയാതെ എങ്ങനെയാ എന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ കഴിയുന്നത്? അവൾ അവനെ നോക്കി ചോദിക്കുന്നത് കേട്ട് അവനൊരു പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കുമായിരുന്നു. തൻ്റെ മനസ്സിലൊരു ഇഷ്ടം തോന്നിയതുകൊണ്ടാണ് താനത് അവളോട് തുറന്നു പറഞ്ഞത്. എന്നാൽ അവൾ ജീവിതത്തെ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. അവളുടെ ആ പക്വതയോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ മെൽവിൻ അവളോട് തോന്നിയ ബഹുമാനം ഇരട്ടിക്കുകയാണ് ചെയ്തത്. ഒരു IPS ഓഫീസറുടെ പദവി കണ്ട് അവൾ അന്തം വിട്ട് സമ്മതം മൂളിയില്ല എന്നത് അവൻ്റെ ഉള്ളിൽ ഒരു വലിയ സന്തോഷം ഉണ്ടാക്കി. ഒരുപക്ഷെ തൻ്റെ പണവും പദവിയൊക്കെ കണ്ട് അവൾക്ക് കണ്ണുപൂട്ടി ഒരു തീരുമാനം എടുക്കായിരുന്നു. എന്നാൽ അവളത് ചെയ്യാതെ ജീവിതത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കണം എന്നതായിരുന്നു ചിന്തിച്ചത്. അതാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതും. സോണി, ഞാൻ തന്നെ ആദ്യമായിട്ട് ഇവിടെ വെച്ച് കണ്ടപ്പോൾ തൻ്റെ പേരെന്താണെന്നോ താനും ചാർലിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇന്നലെയാണ് ഞാൻ തന്നെ ഇവിടെ വെച്ച് കണ്ടത്. ഒന്ന് രണ്ട് വട്ടം കണ്ടപ്പോൾ തന്നെ എന്തോ മനസ്സിനൊരു സ്പാർക്ക് അടിച്ചു. ഇന്ന് തന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് പരിചയപ്പെടണമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഉത്സവത്തിന് വന്നത്. അപ്പോഴാ കുപ്പിയോളം നോക്കി അവിടെ നിൽക്കുന്നത് കണ്ടത്. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് കരുതി ഞാൻ തൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. പക്ഷെ എന്നോട് സംസാരിക്കാൻ കൂട്ടാകാതെ ഞാൻ വെറും ഒരു വായി നോക്കിയാണെന്ന് തെറ്റിദ്ധരിച്ച് താൻ അവരുടെ ഒപ്പം പോയി. പക്ഷെ ആ ചേട്ടത്തിമാരെ കണ്ടിട്ടും എനിക്ക് നാഗമഠത്തിലുള്ളവരാണെന്ന് മനസ്സിലായില്ല കേട്ടോ. പിന്നെ ചാർലി പറഞ്ഞപ്പോഴേ എല്ലാം അറിഞ്ഞു. സോണി എന്നെ അന്തം വിട്ട് നോക്കിയതുപോലെ ഞാനും മനസ്സിലൊന്ന് ചിന്തിച്ചു. ചാർലി ആയിട്ട് തനിക്ക് എന്താണ് ബന്ധമെന്ന്. ഒരുപക്ഷെ കർത്താവായിട്ടായിരിക്കാം നിന്നെ എൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയത്.
എന്തായാലും എൻ്റെ മനസ്സിൽ തോന്നിയത് ഇനി മായാനൊന്നും പോകുന്നില്ല. നിന്നോട് തോന്നിയ ഇഷ്ടം അതെൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഉണ്ടാകും. നീ പോസിറ്റീവായിട്ട് ഒരു മറുപടി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു കാര്യം ഞാൻ ചാർലിയോട് ഇപ്പോൾ പറയുന്നില്ല. താൻ നന്നായിട്ട് ആലോചിക്കുക. ആലോചിച്ചിട്ട് എനിക്കൊരു മറുപടി തന്നാൽ മതി. എന്നെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ അതും ആകാം. വെറുതെ ഇവിടെ വെച്ച് കണ്ടതല്ലല്ലോ. എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനല്ലേ, അവനോടും അന്വേഷിക്കാം. അതല്ലെങ്കിൽ നാഗമഠത്തിലുള്ള ആരോട് വേണമെങ്കിലും എൻ്റെ കുടുംബത്തെപ്പറ്റി അന്വേഷിക്കാം. അവരാരും എന്നെയോ എൻ്റെ വീട്ടുകാരെയോ പറ്റി നല്ലതല്ലാത്ത ഒന്നും പറയില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അവൻ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അവൾക്ക് മറുപടി നൽകി. അതിന് അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. തനിക്ക് പറ്റുവാണെങ്കിൽ മാത്രം എന്നോട് സംസാരിക്കണമെന്ന് തോന്നിയാൽ എനിക്ക് മെസ്സേജ് അയക്കുമോ, എന്നെ വിളിക്കുകയോ ചെയ്യാം. ഇതാണ് എൻ്റെ നമ്പർ. അതും പറഞ്ഞ് അവൻ പോക്കറ്റിലിരുന്ന അവൻ്റെ പേഴ്സ് എടുത്തതിന് ശേഷം അതിൽ ഒരു കാർഡ് എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോഴേക്കും പുറത്തു നിന്നും ചാർലിയുടെയും ക്രിസ്റ്റിയുടെയും ശബ്ദം കേട്ടു. അവർ കൈ കഴുകാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരികയായിരുന്നു. വാ പോകാം, അവരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ശബ്ദം കേട്ട അവൻ അവളെ നോക്കി പറഞ്ഞു. അതിനവൾ തലയാട്ടി. ശേഷം അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങിയതും ഓരോരുത്തരായിട്ട് കഴിച്ചിട്ട് കൈ കഴുകാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരികയായിരുന്നു. കൈ കഴുകിയതിനു ശേഷം ചാർലിയും ക്രിസ്റ്റിയും കൂടി ബിൽ പേ ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് നടന്നു. ചാർലി, ഞാൻ പേ ചെയ്യാം. അവൻ പെട്ടെന്ന് അവരെ നോക്കി പറഞ്ഞു. വേണ്ട വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനല്ലേ നിന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചത്, എന്നിട്ട് നിന്നെ കൊണ്ട് ഇത് പേ ചെയ്യിപ്പിക്കാനോ? അതൊന്നും വേണ്ട. അതും പറഞ്ഞ് ചാർലി പേ ചെയ്യാൻ തുടങ്ങി. അവൻ അത്രയൊക്കെ സംസാരിച്ചു കഴിഞ്ഞത് കൊണ്ട് തന്നെ സോണിക്ക് മെൽവിനോടുള്ള പേടി പൂർണ്ണമായും മാറി. ഒരു പ്രത്യേക ബഹുമാനവും ചെറിയൊരു താല്പര്യം തോന്നി തുടങ്ങിയിരുന്നു. എങ്കിലും പെട്ടെന്നൊരു തീരുമാനമെടുക്കാതെ തൻ്റെ നിലപാട് വ്യക്തമാക്കാൻ കഴിഞ്ഞതിൽ അവൾക്ക് ആശ്വാസവും തോന്നി. അവളാണെങ്കിൽ അവരെ 3 പേരും ബിൽ പേ ചെയ്യുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. പെൺപിള്ളേരെല്ലാവരും പോയി കൈ കഴുകിയിട്ടും വന്നു. എടി സോണി, വാഷിംഗ് ഏരിയയുടെ അവിടെ വെച്ച് പുള്ളി നിന്റെ പുറകെ വരുന്നത് ഞാൻ കണ്ടുട്ടോ. ആര്യ അവളെ കളിയാക്കുന്ന രീതിയിൽ അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവളും ഞെട്ടിക്കൊണ്ട് പെൺപിള്ളേരെ നോക്കി. എല്ലാവരും അവളെ ആക്കുന്ന രീതിയിൽ തിരികെ നോക്കിയതും അവൾക്കാകെ ചമ്മല് തോന്നി. ഏയ്, അയാൾ വന്ന് കൈ കഴുകിയിട്ട് പോയി, അതല്ലാതെ വേറൊന്നും. അവൾ എന്തോ പറയാനായി തുടങ്ങിയതും നന്ദ അത് തടയുന്നത് പോലെ അവളെ നോക്കി ചിരിച്ചു കാണിച്ചു. എന്താടി എന്നെ ആക്കിച്ചിരിക്കുന്നത്? അവളുടെ ആ ചിരി കണ്ട് സോണി സംശയത്തോടെ അവളെ നോക്കി. എന്തിനാ ചേച്ചി ഞങ്ങളോട് കള്ളം പറയുന്നത്? നിന്റെ മുഖം കണ്ടാലേ അറിയാം എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ടെന്ന്. നീ എന്താ പുള്ളിയോട് പറഞ്ഞത്? നന്ദ വിടാൻ ഭാവമില്ലായിരുന്നു. സോണി കുറച്ചു നേരം വണ്ടിയുടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഒടുവിൽ അവരുടെ നിർബന്ധം കൂടിയപ്പോൾ അവൾ അവിടെ നടന്ന കാര്യങ്ങൾ പതുക്കെ അവരോട് തുറന്നു പറഞ്ഞു. മെൽവിൻ പ്രണയം തുറന്നു പറഞ്ഞതും താൻ പെട്ടെന്ന് സമ്മതിക്കാതെ സമയം ചോദിച്ചതുമെല്ലാം അവൾ വിവരിച്ചു. അതുവരെ ചിരിച്ചും കളിയാക്കിയും ഇരുന്ന പെൺപിള്ളേരെല്ലാവരും അത് കേട്ടതും പെട്ടെന്ന് ശാന്തരായി. നീ ചെയ്തതാടി കറക്റ്റ്, ആര്യ സോണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, അയാൾ IPS ഓഫീസറോ ആരായാലും നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് പെട്ടെന്ന് അതേന്ന് പറയുന്നത് ശരിയല്ല. നിന്റെ ആ നിലപാട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, അത് ഉറപ്പാ. ഷീതു അവളുടെ അഭിപ്രായവും പറഞ്ഞു. എന്നോട് നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആള് വിടുന്ന ലക്ഷണമൊന്നും ഇല്ല ചേച്ചി. ഞാനൊരു തീരുമാനം പറഞ്ഞതിന് ശേഷം ചാർലി ചേട്ടനോട് ചോദിക്കാന്നാ എന്നോട് പറഞ്ഞത്. അവർ പെൺപിള്ളേരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും അവൾ പറയുന്നത് കേട്ട് അവർക്ക് സന്തോഷമായി. വരട്ടെ, നമുക്കെല്ലാം അന്വേഷിക്കാം. എന്തായാലും അയാൾ നമ്പർ തന്ന സ്ഥിതിക്ക് ചാടി കയറി നീ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഒന്നും പോണ്ട. ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് കരുതിയാലോ. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നീ ഒരാഴ്ച ആലോചിക്ക്. എന്നിട്ട് അയാളോട് വിളിച്ച് ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാന്ന് പറ. ആ ഫ്രണ്ട്ഷിപ്പിനിടയിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് നിനക്ക് തോന്നിയാൽ അപ്പം തന്നെ നീ അത് വേണ്ടെന്ന് വെച്ചേക്കണം. അതല്ല നിനക്ക് ആളുടെ ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചായനോട് പറഞ്ഞ് നമുക്കിത് ആലോചിക്കാം. ഷീത അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞതും പെൺപിള്ളേർക്ക് അത് ശരിയാണെന്ന് തോന്നി. അതെ, ഇത് തെറ്റായിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ ചാർലി ചേട്ടൻ എന്തായാലും ഇത് നടത്താൻ സമ്മതിക്കില്ലല്ലോ. ആര് പറഞ്ഞതും അവരെല്ലാവരും തലയാട്ടി.